എൻ്റെ അടുത്ത് ഒരുപാട് വർഷങ്ങൾ പ്രണയിച്ചിട്ട് ഒന്നായ ഒരാൾ അതിനകത്ത് ഒരാൾ എൻ്റെ അടുത്ത് പറയുക, സ്നേഹിക്കുമ്പോൾ നല്ല രീതിയിൽ സ്നേഹിച്ച ഒരു പെണ്ണ് കല്യാണം കഴിക്കാൻ പോരുന്നു. ആ സ്നേഹം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് ഒരുപാട് ക്യൂരിയോസിറ്റിയായി വളർന്ന് ആ പ്രണയം അവിടെ ഇല്ലാതാവും. കാരണം പ്രണയിക്കുന്ന സമയത്ത് എല്ലാം അത്ഭുതങ്ങൾ മാത്രമാണ്. അത് കഴിഞ്ഞ് ഒന്നായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത്ഭുതങ്ങളൊന്നും ഇല്ലാതാവും. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അവരുടെ ആ പഴയ പ്രണയിക്കുന്നതിൻ്റെ തീവ്രത കുറഞ്ഞു വരും. ആണോ? എനിക്ക് തോന്നി എന്താ പറയുക, അവരങ്ങനെ പറഞ്ഞു. അവരുടെ പ്രണയിക്കുന്ന സമയം ഞാൻ ഒരുപാട് കണ്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്ന സമയത്ത് ആദ്യം കാണിച്ച ഒരു സസ്പെൻസോ അല്ലെങ്കിൽ സർപ്രൈസോ ഒന്നും അവർക്ക് പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഫാമിലി ആയി കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ഫാമിലിയായിട്ട് ടച്ചപ്പ് ചെയ്ത് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരുപാട് ഇൻറ്റിമേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് എല്ലാവരുടെയും കാര്യങ്ങളുടെ കൂടെ ഇവരുടെ കാര്യങ്ങൾ നടന്നു പോകുന്നതല്ലാതെ ഇവർ പിന്നെ ആ ഒരു ഇൻറ്റിമസി കിട്ടുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇവർ പിന്നെ ഈ ലെവലിലോട്ട് താന്നു പോയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരുപാട് പ്രണയിക്കുന്ന ആൾക്കാരെ ഒന്നാവാതിരിക്കുകയല്ല അതിനകത്തെ ഒരു ഉപാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ല, രണ്ടിടത്ത് നിന്നുകൊണ്ട് പ്രണയിക്കുന്നതല്ല അത് ഒരു നല്ല ഉപാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ പ്രണയത്തിന് എപ്പോഴും സർപ്രൈസ് കൊടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ എങ്ങനെ തുടങ്ങിയോ അതേ രീതി തന്നെ സർപ്രൈസും എപ്പോഴും നിത്യവിസ്മയങ്ങൾ അവരിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രണയത്തിന് ഒരിക്കലും ഒരു കുറവും കാണത്തില്ല.